ഹലോ ഗൈസ്, ഇന്നാണെങ്കിലേ MSME ഡേയോടനുബന്ധിച്ച് ഇന്ന് കോളേജിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടി വെളിയിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്ന് അതിൻ്റെ കുറേ ക്ലാസ്സായിരുന്നു. 10 മണി തൊട്ട് 12:30 വരെ ഉണ്ടായിരുന്നു. അങ്ങനെ സഹിച്ച് കടിച്ച് പിടിച്ച് ഞങ്ങളവിടെ നിന്നു. എന്നിട്ട് അവസാനം വടയിൽ നിന്ന് ഞങ്ങളെ വിട്ടു. അത് കഴിഞ്ഞ് നേരെ പോയി താഴെ പോയി ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോയി കൊച്ചേരിക്കലിലോട്ട്. അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ കൊച്ചരിക്കൽ ഗുഹ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്താണ്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള യാത്രയേ ഉള്ളൂ നമ്മുടെ കോളേജിൽ നിന്ന് ഈ കൊച്ചരിക്കൽ ഗുഹയിലോട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ്. വെച്ചാൽ നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആകും. നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. പിന്നെ മെയിനായിട്ട് ആ ഒരു കുളം എന്ന് പറഞ്ഞാൽ ആമ്പിളാർക്ക് മാത്രമല്ല പെമ്പിളാർക്കും ഇറങ്ങാൻ പറ്റും നമുക്ക്. അതുപോലെ വലിയ ആഴമൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പെമ്പിളാർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം അവർ ഏർപ്പാടാക്കിയിരിക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളുടെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. കൊച്ചരിക്കൽ എവിടെ ഗുഹ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ആ ഗുഹ. ആ ഗുഹ കാണണമെങ്കിൽ നമുക്ക് ഇച്ചിരി റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് പാടാണ് നമ്മൾ ആ ഗുഹയിലോട്ട് കയറാൻ വേണ്ടി തന്നെ. അതുപോലെ തന്നെ നമ്മൾ കയറുന്നേക്കാളും പാടാണ് ഇറങ്ങാൻ. ഞാൻ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയായിട്ട് ആ ഗുഹയിൽ കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ കയറി. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്തപ്പോൾ ആ ഭംഗി കൂടുകയാണ് ചെയ്തത്, കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടുള്ള ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ആ മഴയുടെ ഇടയ്ക്ക് ഇറങ്ങാൻ നേരം പനി പിടിച്ചു. അതുകൊണ്ടാണ് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു കടയുണ്ട്, ചായക്കട. അവിടെ നിന്നൊരു ചായയും കുടിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് പോയി. അപ്പോൾ ബൈ, ടാറ്റ.